ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 2 അകത്തിലെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾ അത് പോയി കാണുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് റെങ്കോക്കോ പറഞ്ഞ ആ പുസ്തകം നമ്മുടെ സാൻസറോ ആണെങ്കിൽ ടാൻജറോയ്ക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ ബുക്ക് തുറന്നു നോക്കുന്ന സാൻസറോ എന്ന് ഞെട്ടി പോവുകയാണ്. ആ ബുക്ക് മൊത്തം കീറിയിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാൻസറോ പറയുകയാണ്, ഹാസ്രാസൊക്കെ സാധാരണ ഇത് നല്ല രീതിയിലാണ് നോക്കുന്നത്, പക്ഷെ എൻ്റെ അച്ഛന് ദേഷ്യം വന്ന സമയത്ത് ഇത് കീറി കളഞ്ഞതായിരിക്കും. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ തരാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ ടാൻജറോട് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ടാൻജറോ പറയുകയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പം നല്ല രീതിയിൽ തന്നെ ഹിനുകാമി കാഗ്ര യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്താൽ എനിക്ക് സൺ ബ്രീത്തിങ് വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ടാൻജറോ പറയുന്നു. അന്നേരം ഹിനുകാമി കാഗ്ര എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയായിരുന്നു. അത് വളരെയധികം പവർഫുൾ ആണെന്നും എനിക്കറിയായിരുന്നു. പക്ഷെ അന്നേരം എങ്ങനെയെങ്കിലും എനിക്ക് സൺ ബ്രീത്തിങ് യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ചേട്ടനെ രക്ഷിച്ചേനെ. പക്ഷെ അതിന് ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ചേട്ടനെ പോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരു ഹാഷറായിട്ട് മാറുമെന്ന് നമ്മുടെ ടാൻജറോ അവനോട് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ടാൻജറോ പറയുകയാണ്, ചെറുപ്പത്തിൽ ഞാനും ഒരുപാടധികം ട്രെയിനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്കും ഒരു ഹാഷറേ ആവണമെന്ന് വളരെയധികം വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള അർഹത പോലും ഇല്ല. ഞാൻ ആ വാളെടുത്തപ്പോൾ ആ വാളിൻ്റെ കളർ പോലും മാറുന്നില്ല. അതിൻ്റെ അർത്ഥം എനിക്കൊരു ഡീമൺ സ്ലെയർ ആകാനുള്ള ഒരു അർഹതയില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ചേട്ടനിലൂടെ ഫയർ ബ്രീത്തിങ് അവസാനിക്കുമെന്ന്. പക്ഷെ എനിക്കൊരു നല്ല സ്പോർട്സ്മാൻ ആവാൻ പറ്റിയില്ല. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് സാൻജറോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാൻജറോ പറയുകയാണ്, ഹേ സാൻജറോ, നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. ആ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നെ ആരെങ്കിലും തല്ലാൻ വന്നാൽ ഞാൻ അവനെ തലമണ്ട അടിച്ച് പൊളിച്ചോടാമെന്ന് നമ്മുടെ ടാൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻജറോ പറയുകയാണ്, അതൊന്നും വേണ്ടാന്ന്. അങ്ങനെ നമ്മുടെ ടാൻജറോ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോ പോകാനിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാൻജറോ ആണെങ്കിൽ റെങ്കോക്കോന്റെ വാളിലുള്ള ആ തീ പോലത്തെ സാധനം നമ്മുടെ ടാൻജറോയ്ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ടാൻജറോ പറയുകയാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ വെച്ചോളാൻ പറഞ്ഞിട്ട് തിരിച്ച് നീട്ടാൻ നേരത്ത് നിർബന്ധിച്ച് നമ്മുടെ ടാൻജറോനെ കൊണ്ട് മേടിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ടാൻജറോ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ സാൻജറോ ആണെങ്കിൽ അവൻ്റെ അച്ഛനോട് എന്ന് ഒരു കാര്യം പറയുന്നു, രംഗോക്കോ, നിങ്ങളോട് അവസാനമായിട്ട് പറയാൻ വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനൊന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും അവൻ എൻ്റെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അവനൊരു മണ്ടൻ തന്നെയാണ്, അല്ലാതെ അവൻ എന്നെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ റെങ്കോക്കോൻ്റെ അച്ഛൻ റെങ്കോക്കോനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം അച്ഛാ എന്ന് പറയുന്ന പോലെ റെങ്കോക്കോൻ്റെ അച്ഛന് തോന്നുന്നു. അത് കേട്ടതുകൊണ്ട് തന്നെ റെങ്കോക്കോൻ്റെ അച്ഛൻ പിന്നെ വെള്ളം അടിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ റെങ്കോക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ വെള്ളമടി അവിടെ വെച്ച് നിർത്തുന്നു. അങ്ങനെ റെങ്കോക്കോനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെങ്കോക്കോൻ്റെ അച്ഛൻ. ടാൻജറോ ബട്ടർഫ്ലൈ ഹൗസിന്റെ അടുത്തെത്താറായെന്ന സമയത്ത് നെസ്കോയോട് പറയുകയാണ്, ഹേ നെസ്കോ, പേടിക്കണ്ട, നമ്മൾ അടുത്തെത്താറായി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ ടാൻജറോ ഒരു കാഴ്ച കാണുന്നത്. ഒരാൾ നിൽക്കുന്നു, വളരെയധികം പേടിപ്പെടുത്തുന്നത് പോലെ ഒരാൾ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഹഗ്നോസിക്കയാണ്. ഞാൻ ഉണ്ടാക്കി തന്ന വാൾ നീ കൊണ്ട് പൊട്ടിച്ച് കളയല്ലാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടാൻജറോനെ വാളൊക്കെ വെച്ച് കുത്തിക്കൊല്ലാൻ വേണ്ടി വരികയാണ്. നമ്മുടെ ടാൻജറോ ആണെങ്കിൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാൻജറോ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇനോസ്കി ചോദിക്കുകയാണ്, നീ എന്തുവാടാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല, ആഗ്നോസിക്ക് എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് എന്നെ ആ സിസ്റ്റർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് എന്ന് നമ്മുടെ ടാൻജറോ പറയുന്നു. നമ്മുടെ ടാൻജറോയെ രക്ഷിച്ച സിസ്റ്റർ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. ഇന്നലെ എന്നെ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് നമ്മുടെ ടാൻജറോ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവരും പറയുന്നു. സെനിറ്റ്സു ചോദിക്കുകയാണ്, എവിടെയാണ് ഹാഗ്നോസിക്ക? അയാൾ വെളിയിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈസ് ഡബ്ലിങ്സ് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാണിക്കുന്നത് സെനിറ്റ്സു, ഇനോസ്കെ, ടാൻജറോക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്നതാണ്. അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം റെങ്കോക്കോ മരിച്ചിട്ട് 4 മാസം കഴിയുന്നു. അവർ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുന്നു. ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ തന്നെ അവർ ഓരോരോ മിഷന് വേണ്ടി പോവുകയാണ്. ഓരോ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി അവർ 3 പേരും ഒന്നിച്ച് മിഷന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്ക് മിഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് സെനിറ്റ്സു മിഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടാൻജറോട് ചോദിക്കുകയാണ്, എനിക്ക് നെസ്കോനെ അവസാനമായിട്ടൊന്ന് കാണിച്ചു തരുമോ? അഥവാ ഞാനിപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയ എൻ്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് സെനിറ്റ്സ് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നൊരു ദിവസമാണ് നമ്മുടെ ടാൻജറോയുടെ കാക്ക എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ടാൻജറോ നോർത്ത് ഈസ്റ്റിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാടധികം മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ ടാൻജറോ പുല്ലൊക്കെ ദേഹത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടാണല്ലോ ആ ഡീമൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു, എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ടാൻജറോയ്ക്ക് ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടുന്നത്. മുകളിലോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ ടാൻജറോ കാണുന്നത് ആ ഡീമൻ നമ്മുടെ ടാൻജറോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ടാൻജറോ അവിടുന്ന് നൈസായിട്ട്
തന്നെ ഓടുകയാണ്. എന്നിട്ടൊരു ഭിത്തിയുടെ മണ്ടയിൽ കൂടെ ചാടുന്ന സമയത്ത് നമ്മുടെ നെസ്കോയുടെ പെട്ടിയിൽ നിന്ന് നെസ്കോ ചാടി ഇറങ്ങിയിട്ട് ആ ഡീമന് ഒറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോയും നെസ്കോയൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഇനി ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കിയ ആ ഡീമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അടുത്തുള്ള വില്ലേജിലോട്ടാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വില്ലേജിലോട്ട് അവനെ വിടാൻ പാടില്ല, കാരണം ആ വില്ലേജിലുള്ള ആൾക്കാർക്കൊക്കെ അപകടമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ ഓടിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്ന സമയത്ത് ആ ഡീമനാണെങ്കിൽ ഒരു വീടിന്റെ ഏതോ ഒരു സ്ഥലത്ത് മൂല കയറിയിരിക്കുകയാണ്. ആ ഡീമൻ പറയുകയാണ്, എത്ര ധൈര്യമുണ്ടെങ്കിൽ ആ കൊച്ചിറക്കനും ആ പെണ്ണും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഇതേ സമയമായിരുന്നു അങ്ങോട്ട് നമ്മുടെ താൻജറോ മാസമായിട്ട് കയറി വരുന്നത്. എനിക്ക് നിന്നെ കൊല്ലുന്നതിന് ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഞാൻ നിന്നെ കൊല്ലുവാടാന്ന് പറഞ്ഞിട്ട് ആ ഡീമൻ നമ്മുടെ താൻജറോ എടുത്തോട്ട് ചാടുന്നു. എന്നാൽ നമ്മുടെ താൻജറോ ആരാണ് മോൻ, വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ഉള്ള കാര്യമാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ ബട്ടർഫ്ലൈ ഹൗസിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്നെ മര്യാദയ്ക്ക് ഇറക്കി വിടറാ, എന്നെ നിന്റെ മണ്ടയ്ക്കൊന്ന് ഇറക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ അല കേൾക്കുന്നത്. അതേ സമയം തന്നെ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾ പറയുകയാണ്, നീ വെറുതെ എന്റെ ചെവിയുടെ അവിടെ വന്ന് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടാൻ പറഞ്ഞുകൊണ്ട് ആ 3 കുട്ടികളും കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ കിടന്നലിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ കാലോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ രക്ഷിക്കണോ അതോ ഞാനിവിടെ നിൽക്കണോ, ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കോയിനെടുത്ത് ടോസ് ചെയ്യണ്ടേന്ന് പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് നമ്മുടെ താൻജറോ പറയുന്നത് കേൾക്കുന്നത്. നീ ഒരിക്കലും ഈ കോയിനിന്റെ ആവശ്യമൊന്നുമില്ല നിനക്ക്, നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. എന്നാൽ ഇതേ സമയം തന്നെ അയാളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ കാനോ. നമ്മുടെ കാനോ ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ മുഖത്ത് നോക്ക് സംസാരിക്കുന്ന പറഞ്ഞ് കിടന്ന് അലക്കുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടിന്ന്. എന്നാൽ ഇതേ സമയം തന്നെ ആ 3 കുട്ടികളിൽ ആ 2 കുട്ടിയെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അയാളെ വന്ന് എടുത്തിട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തോ ഇവിടെ വലിയാണ്ട് സംഭവിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരികയാണ്. സോറി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഇയാളുണ്ടല്ലോ, അയാളൊരു ഹാഷറയാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കൂടാന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ അവിടെ കിടന്ന് അലക്കുകയാണ്. എന്നാൽ നമ്മുടെ താൻജറോയ്ക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഈ ഹാഷറ ഇവരെ വെച്ച് കളിക്കുകയാണോ അതോ ഇവരെ തട്ടിക്കൊണ്ട് പോവുകയാണോ എന്ന് നമ്മുടെ താൻജറോയ്ക്ക് ഒരു ഉറപ്പില്ല. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ആ 3 കുട്ടികളിൽ ഒരു കുട്ടി പറയുന്നത്, അയ്യോ ഇയാളെ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവൻ്റെ തല ഉപയോഗിച്ചിട്ട് ആ ഹാഷറനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അയാൾ അവിടെ നിന്ന് മാഞ്ഞു പോകും. നമ്മുടെ താൻജറോ തലയും കൊത്തി താഴെ വീഴുകയാണ്. അയാൾ എവിടെ എന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ നോക്കുന്ന സമയത്താണ് അയാൾ അതിൻ്റെ മണ്ട കയറി നിൽക്കുന്നത്. നിന്റെ ഈ വൃത്തികെട്ട ടെക്നിക്കൊന്നും എൻ്റെ ദേഹത്തേക്കത്തില്ല. ഞാൻ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ഹാഷറയുടെ പേര് ടൻകൻ എന്നാണ്. നമുക്കിനി ഇയാള് അഥവാ ഹാഷറ എന്നൊന്നും വിളിക്കണ്ട, നമുക്കിനി ടൻകൻ എന്ന് തന്നെ വിളിക്കാം. കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ടൻകൻ പറയുകയാണ്, ഞാനൊരു ഹാഷറയാണ്, അത് മാത്രമല്ല ഞാൻ നിന്റെ സീനിയറാണ്, എനിക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് താടാ. ഞാൻ നിന്നെ ഒരു ഹാഷറായിട്ട് കാണുന്നില്ല, ഞാൻ നിന്നെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. നീ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് തേങ്ങയാണ്. ഞാനിവരെ പിടിച്ചോണ്ട് പോകുന്നത് ഒരു മിഷന് വേണ്ടിയാണെന്ന് നമ്മുടെ ടൻകൻ പറയുന്നു. ഈ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, നിനക്ക് കണ്ണുണ്ടെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കിയേ, അവൾ ഡീമൺ സ്ലെയറിന്റെ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ശരിയാണല്ലോ, ഇവളൊരു കൊച്ചു പെൺകുട്ടിയാണല്ലോ, ഇവര് ഡീമൺ സ്ലെയറിന്റെ ഡ്രസ്സ് ഒന്നും ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പെൺകുട്ടി അതിന്റെ മണ്ടയ്ക്ക് വന്ന് എടുത്ത് എറിയുകയാണ്. നമ്മുടെ ടൻകൻ ഓടി വന്നിട്ട് നമ്മുടെ താൻജറോ പിടിക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ കൊച്ചു പെൺകുട്ടി എടുത്ത് എറിയും. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ടൻകൻ പറയുകയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയേണ്ടി ഒരു ആവശ്യമില്ല, ഞാനിപ്പോൾ ഒരു മിഷന് വേണ്ടി പോവുകയാണ്. അതിനെനിക്ക് കുറച്ച് ആൾക്കാരെ വേണം, വലിയ കഴിവുള്ള ആൾക്കാരുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, എനിക്ക് കുറച്ച് ആൾക്കാരെ വേണം. ഇത് കേട്ട് വളരെയധികം ദേഷ്യമെന്ന് നമ്മുടെ താൻജറോ പറയുകയാണ്, എല്ലാ ആൾക്കാർക്കും സ്ട്രെങ്തും ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്നെസ്സും ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ അവളെ വെറുതെ കളിയാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൻകൻ പറയുകയാണ്, നിന്നെ പോലുള്ള മണ്ടന്മാർ ഈ ഡീമൺ സ്ലെയർ ക്രോപ്പിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, നിനക്കിപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ വേണ്ടിയത്, ഞങ്ങളുണ്ടെന്ന്. ഞങ്ങളോ, ഇവിടെ നീ മാത്രമേ ഉള്ളല്ലോ എന്ന് നമ്മുടെ ടൻകൻ പറയുന്നു. നോക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ട് നമ്മുടെ ഇനോസ്കയും അതുപോലെ നമ്മുടെ സെനിറ്റ്സും മാസായിട്ട് നമ്മുടെ താൻജറോയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ ഇനോസ്കെ പറയുകയാണ്, ഞാനിപ്പോൾ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് ഏതൊരു ഡീമനെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും. നമ്മുടെ സെനിറ്റ്സും നമ്മുടെ ടൻകനോട് പറയുകയാണ്, നീ മര്യാദയ്ക്ക് അവരെ വിട്ടോ, എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു മോൺസ്റ്ററോടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കാര്യമല്ല, നീ മര്യാദയ്ക്ക് അവരെ ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ അടി കൊണ്ട് ചാവുമെന്ന്. എന്നാൽ ഈ പറയുന്ന സമയത്ത് നമ്മുടെ സെനിറ്റ്സ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ടൻകൻ പറയുകയാണ്, ശരി, നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് 3 പേർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വേഗം തന്നെ ഇവനങ്ങ് സമ്മതിച്ചോ. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ എൻ്റെ കൂടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കണം. നമ്മളിപ്പോൾ ഡീമിനെ കൊല്ലാൻ വേണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ ഇനോസ്കെ ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടൻകൻ പറയുകയാണ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ദ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട്. സോ അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി സീരീസിന്റെ സീസൺ 2-ന്റെ അതിലെ 1ാമത്തെ എപ്പിസോഡിന്റെ 2ാമത്തെ പാർട്ട് അവസാനിക്കുന്നത്. സോ എൻ്റെ ഫേവറേറ്റർ ആയിട്ടുള്ള ഒരു ആർക്ക് തന്നെയാണ് ഈ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് ആർക്ക്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഡീമൺ സ്ലെയറിലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റർ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റാ ബൈ.